ഹായ് ഹലോ ചങ്ക് മുത്തുമണികളെ എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവീതം സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ട് സപ്പോർട്ട് കൂടി ചെയ്യുക. നിങ്ങളുടെ കമൻറ്റും രേഖപ്പെടുത്തി ലൈക്കും എല്ലാം അടിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് രേഷ്മ തങ്കച്ചൻ മെയിനായിട്ട് തങ്കച്ചനും കൂടെ ഉൾപ്പെട്ടൊരു വിഷയമാണ്. ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ നമ്മളിത് കേട്ടിട്ടുണ്ടായിരുന്നൊരു വോയിസ്, ഒരു വീട്ടമ്മ രേണുവിനെതിരെ, അതായത് രേഷ്മ തങ്കച്ചനെതിരെ പ്രതികരിച്ചതും കേസുകൾ കൊടുത്തതും ആയിട്ടുള്ള മുന്നേ ഒരു വീഡിയോ ഞാനും ചെയ്തിട്ടുണ്ടൊരു വീഡിയോ. അതിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു കേസ് കൊടുത്ത് എവിടെയൊക്കെയാണ് കേസ് കൊടുത്തതെന്നും ആ വീട്ടമ്മ രേഷ്മ തങ്കച്ചനെതിരെ പ്രതികരിക്കുന്നതായിട്ടും ഒക്കെ ഒരുപാട് ഇതായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ പല ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കേസ് കാര്യങ്ങളെല്ലാം കൊടുത്തതിന് പ്രകാരം തന്നെ ഇപ്പോൾ അതേ വീട്ടമ്മ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? തങ്കച്ചനെ, അതായത് രേണുവിൻ്റെ അച്ഛനെ, രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന ഈ തങ്കച്ചനെ വിളിക്കുകയും വാട്സപ്പിൽ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. വിളിച്ചപ്പോഴത്തേക്ക് ഫോൺ എടുത്തില്ല. ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് വോയിസ് അയക്കുകയായിരുന്നു. ഈ വോയിസ് കേട്ടതിന് ശേഷവും തങ്കച്ചൻ ഈ രേഷ്മയുടെ, അതായത് രേണുവിൻ്റെ അച്ഛൻ, തിരിച്ച് മറുപടിയൊന്നും കൊടുത്തിട്ടില്ല. മറുപടിയൊന്നും കൊടുക്കാതെ പിന്നെ റിപ്ലൈ കിട്ടിയെന്ന് പറയുമ്പോൾ വേറെ രൂപത്തിലാണ് റിപ്ലൈ ഒക്കെ വന്നത്. റിപ്ലൈ കൊടുത്തത്, ഈ വീട്ടമ്മയ്ക്ക് കൊടുത്ത റിപ്ലൈ വേറെ രൂപത്തിലായിരുന്നു. അപ്പം എന്താണ് രേഷ്മ തങ്കച്ചൻ്റെ, അതായത് തങ്കച്ചനോട്, രേഷ്മയുടെ അച്ഛനോട് ഈ വീട്ടമ്മ പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ആ വോയിസ് ഒന്ന് കേൾക്കാം. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് കേട്ടിട്ട് നമുക്കതിനെപ്പറ്റി സംസാരിക്കാം. ഞാൻ ഇന്നലെ വൈകിട്ട് വിളിച്ച ആളാണ്. കോട്ടയത്ത് നിന്ന് തന്നെ വിളിക്കുന്നത് കേട്ടോ. ഞാൻ വിളിച്ച് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവള് ഇനി ഈ രീതിയിൽ മുന്നോട്ട് ജീവിക്കാനാണ് പ്ലാനെങ്കിൽ നിങ്ങളുടെ പള്ളിയായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ഈ മേൽഘടകത്തിൽ ഇവള് കാണിക്കുന്ന സബ്സ്ക്രിപ്ഷൻ്റെ വീഡിയോസ് മുഴുവൻ ഞാൻ കാണിക്കും. ഇവള് കാണിക്കുന്ന അശ്ലീലം, അവൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരിക്കും അവൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഇവൾ കാണിക്കുന്ന അശ്ലീലങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിലുണ്ട്. അത് മുഴുവൻ കൊടുക്കുന്ന പള്ളിക്കാരും കാര്യങ്ങളെല്ലാം കാണിച്ച് ഇതിനൊരു തീരുമാനമാക്കും. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ലല്ലോ. എല്ലാവരും ഭർത്താവ് മരിച്ചാൽ തുണി അഴിച്ചിട്ടിട്ടാണ് ജീവിക്കുന്നത്, അല്ല ബാറും ഡാൻസ് ചെയ്താണോ ജീവിക്കുന്നത്? അല്ല, ജോലി ചെയ്ത് ജീവിക്കണം. ഇവർക്ക് കണ്ട 3-4 ആണുങ്ങളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി മറിയാനൊക്കെ ഇവർക്ക് ആരോഗ്യം ഉണ്ടല്ലോ. പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു ജോലി, എന്തെല്ലാം തൊഴിൽ പഠിച്ചിട്ടുണ്ട്. നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്, അവള് എയർപോർട്ടിൽ ഏതാണ്ട് പഠിച്ചിട്ടുണ്ട്, മറ്റേത് പഠിച്ചിട്ടുണ്ട്, മറിച്ചത് പഠിച്ചിട്ടുണ്ടല്ലോ. അവള് പഠിച്ചത് എന്തെങ്കിലും തൊഴിൽ ചെയ്യട്ടെ. അവൾ എത്ര നാൾ ഇങ്ങനെ തുണി അഴിച്ചിട്ട്, അവൾ കഴിഞ്ഞ ദിവസത്തെ ഇവിടെ കാണാം, അവൾ തുണിയെല്ലാം മാറ്റി വെച്ചേച്ച് സാമാനത്തിനകം മുഴുവൻ ക്രീമും പുരട്ടി അവിടെ ആണുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന ഫോട്ടോ. അവിടെ റേറ്റ് എത്രയാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. നിങ്ങളൊരു അപ്പനല്ലേ? നിങ്ങൾ പള്ളിയിൽ ഏതാണ്ട് വലിയ ഭാരവാഹിത്വം വഹിച്ച് നടക്കുന്ന ഒരുത്തനല്ലേ? നമ്മൾ നിങ്ങളോട് മര്യാദയ്ക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്കത് കേൾക്കാനും നിങ്ങൾക്കത് മകളെ മര്യാദയ്ക്ക് നിർത്താനും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവരുടെ പേരിൽ ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാവുന്നിടത്തെല്ലാം കസ്റ്റംസ് ഇന്റലിജൻസി കൊടുക്കാവുന്നിടത്തെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. കരീഷ്മയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവൾ ഇനി വിദേശത്ത് പോവുകയോ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവളെ നല്ല രീതിയിൽ അവളെ ചെക്ക് ചെയ്യുകയും എടുക്കുകയും ചെയ്യും. പണ്ടത്തെ പോലെ അവൾക്ക് സ്വർണ്ണം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും അവൾക്ക് പറ്റത്തില്ല. ഇവൾ ഈ ദുബായി പോയി ചെയ്ത പരിപാടികളെല്ലാം അറിയാം. ഇവിടെ കൂടെ പോയ ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. ഇവളുടെ കൂടെ ദുബായി പോയി കിടന്ന ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളൊരു തന്തയല്ലേ? നിങ്ങൾ നിങ്ങളുടെ മകളെ പഠിപ്പിച്ചത് ജീവിക്കാനാണ് പഠിപ്പിച്ചത്. ബൈബിളിൽ പറയുന്നുണ്ടോ ജീവിക്കാൻ? ഭർത്താവ് മരിച്ച സ്ത്രീകളെല്ലാം ജീവിക്കുന്നത്. നിങ്ങൾക്ക് അത് കൊണ്ടുവന്ന് തിന്നാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളൊരു തന്തയാണോ? നിങ്ങളൊരു ആണാണോ? സ്വന്തം മകള് കൊണ്ടുവരുന്നത് ഒരു കുടുംബം മൊത്തം തിന്നുന്നത്. നിങ്ങളൊരു നാട്ടുകാർ തന്ന ഒരു വീടിൻ്റെ അകത്ത്, ഒരു അച്ഛനും എല്ലാവരും കൂടി തന്ന ഒരു വീടിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് നിങ്ങൾ എന്തുവായി കാണിക്കുന്നതൊക്കെ? ഇതൊക്കെ നിങ്ങൾ ദൈവസന്നിധി നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കേട്ടോ. ഇവളുടെ അഹങ്കാരമൊക്കെ, ഇവൾ അഹങ്കാരിയോ എന്തോ ആയിക്കോട്ടെ, ഇവള് വ്യഭിചരിക്കണോ? അവള് വ്യഭിചരിച്ചോട്ടെ. അവള് പേഴ്സണലായിട്ട് അവള് ആരെ വിളിച്ച് വേണമെങ്കിൽ കാശുണ്ടാകും. അവൾ എന്തിനും ഇതൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിലോട്ട് ഇടുന്നത്? ഇവൾ എന്തിനാ സബ്സ്ക്രിപ്ഷൻ എടുത്തു? ഈ ഭർത്താവ് മരിച്ച സ്ത്രീകൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് അവിടെ ചെറിയ നിങ്ങളിതൊന്നും കാണുന്നില്ലേ? തന്റെ ഇതൊന്നും കാണുന്നില്ലേ? നിങ്ങൾക്ക് പോയി ആക്ട് ചെയ്യും. ഇതൊന്നും മകളെ മര്യാദയ്ക്ക് നിർത്താൻ കഴിവില്ല. എന്തിനിങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ? നിങ്ങളുടെ അച്ഛന്മാരെ ഞാനൊന്ന് കാണട്ടെ. നിങ്ങളുടെ പള്ളിയിലെ കൊണസാണ്ടർമാരെ എല്ലാവരും ഞാനൊന്ന് കണ്ട് ഇവളുടെ ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. കാണിച്ച് ഇവൾ എന്താ ചെയ്യണമെന്ന് അവരറിയണമല്ലോ. അതിൻ്റെ ഇത് നിങ്ങളോട് അവർ ചോദിക്കും. ഈ പള്ളിയിലെ ആൾക്കാർ നിങ്ങളോട് ചോദിക്കും. അതുപോലെ കഴിഞ്ഞ ദിവസം ഇവളുടെ മാനേജർ എന്ന് പറഞ്ഞു, ഇവളുടെ മാനേജറും ഒന്നുമല്ല, ഇവളുടെ
അല്ലാതെ മാനേജർ ഒന്നുമല്ല കരീഷ്മ. കാരണം ഇവളെ പോലുള്ള ഒരു ലോ ക്ലാസ്സിന് എന്ത് കാര്യത്തിനാണ് മാനേജർ? ഇവിടെ കൊടുപ്പുകാരി. ഇവൾക്ക് ഇതുപോലെ ആണുങ്ങളെ കൊടുത്ത് കാശുണ്ടാക്കാൻ അതിന്റെ പങ്ക് ഈ കരീഷ്മയും പറ്റുന്നു. അവളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്നാന്നറിയാം, ഇവൾക്ക് എന്തും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്ന്. ഇവൾക്ക് എന്ത് ഇവൾ ചെയ്യും, ഇവൾക്ക് എന്ത് കാര്യങ്ങൾ. ഞാൻ കരീഷ്മയോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ വയറ് കൊണ്ടൊന്ന് കാണിക്കൂ നാട്ടുകാരെ. അപ്പോൾ ഈ വോയിസിൽ പറയുന്നത് എല്ലാവരും കേട്ടല്ലോ. ഈ വോയിസിൽ പറയുന്നത് എന്തുകൊണ്ടും കറക്റ്റ് കാര്യമാണ്. ആ വീട്ടമ്മ പറഞ്ഞ കാര്യങ്ങൾ 100% കറക്റ്റാണ്. കാരണം പല സ്ഥലങ്ങളിലും ഈ വീട്ടമ്മ തന്നെ കേസുകൾ കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, എയർപോർട്ട് അതോറിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്, കസ്റ്റംസിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിലും ഇത് സംബന്ധമായ രേണുവിന് എതിരെയുള്ള കേസുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് ആ വീട്ടമ്മ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുമുണ്ട്. അപ്പോൾ അത് കൊടുത്തതിൽ പ്രകാരം തന്നെ അതിനുശേഷം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം, അതായത് തങ്കച്ചനോട് പറഞ്ഞ കാര്യം, നിങ്ങളുടെ മകൾ ഇതുപോലെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഇതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പള്ളിയിൽ വന്ന് പള്ളിയിലെ വികാരിയച്ഛനോടും മറ്റു ആൾക്കാരോടും ഭരണാധികാരികളോടും എല്ലാവരോടും ഇതിൻ്റെ കാര്യങ്ങൾ പറയുമെന്നും ഈ വീഡിയോസ് എല്ലാം കാണിച്ചു കൊടുക്കുമെന്നും ഇത് സംബന്ധമായ എല്ലാ രേഖകളും അവിടെ കൊടുക്കുമെന്നും, കൊടുത്ത് ഇതിനുള്ള തീരുമാനം എടുക്കുമെന്നും, പള്ളിയിൽ നിന്ന് തന്നെ ഉള്ള തീരുമാനം എടുക്കുമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊരു കറക്റ്റ് കാര്യമാണ്. കാര്യം പള്ളിയിൽ സംബന്ധമായൊക്കെ ഇടപെട്ട് പള്ളിയിലേക്കൊക്കെ ഈ തീരുമാനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ, അതേ സമയത്ത് ഈ തങ്കച്ചൻ എന്ന് പറയുന്ന ആൾ പള്ളിയിൽ എന്തോ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഒരാളാണ്, പള്ളി കമ്മിറ്റിയിൽ അങ്ങോട്ടൊക്കെ ഉള്ള ആളാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് പ്രകാരം അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് തങ്കച്ചന് വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാകും. അത് തങ്കച്ചനത് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് പറ്റി? അപ്പോൾ ഇതേപോലുള്ള കംപ്ലൈൻറ്റുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെന്നത് പ്രകാരം തങ്കച്ചൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, തങ്കച്ചൻ തിരിച്ച് പ്രതികരിച്ചില്ല. തങ്കച്ചൻ ഈ വോയിസിനൊന്നും മറുപടി കൊടുത്തില്ല. അപ്പോൾ തങ്കച്ചൻ എന്ന് പറയുമ്പോൾ തങ്കച്ചന് ഇതിന് എതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ തങ്കച്ചൻ അതിനുള്ള ബുദ്ധിമുട്ട്. കാരണം തങ്കച്ചനൊക്കെ ഇത് കറക്റ്റ് നിയമ ഭാഗങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കാനും, അല്ലെങ്കിൽ രേണുവിന് തന്നെ ഈ വീഡിയോകൾ ചെയ്യുന്നതിനും ഒക്കെ കൂടുതൽ സപ്പോർട്ട് അയക്കുന്ന രേണുവിനൊരു വക്കീലുണ്ടെന്ന് തോന്നുന്നല്ലോ, വക്കീലാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീട്ടമ്മയ്ക്ക് കോൾ റെക്കോർഡ് ചെയ്യാനും കാര്യങ്ങളും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ ഈ വോയിസ് അങ്ങോട്ട് അയച്ചതും തിരിച്ചിങ്ങോട്ട് വന്നതുമായിട്ടുള്ള ആ രീതികളൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ കോൾ റെക്കോർഡിങ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുത്തതുമില്ല, ഇങ്ങോട്ട് വിളിക്കുകയാണ്, ഇങ്ങോട്ട് മെസ്സേജ് ഇടുകയാണ് ചെയ്തല്ലോ. അപ്പോൾ അത് കാരണം ഒന്നും പറയാനും പറ്റില്ല, റെക്കോർഡിങ് നിങ്ങൾക്ക് ചെയ്യാനും പറ്റിയിട്ടില്ല. പക്ഷേ എങ്കിലും ആ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഈ തങ്കച്ചൻ്റെ, അതായത് രേഷ്മയുടെയും തങ്കച്ചൻ്റെയൊക്കെ വക്കീൽ ബിന്ദു എന്നാണ് പറഞ്ഞ മേഡത്തിൻ്റെ പേരെന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരി എന്തു പറ്റി, ഈ വീട്ടമ്മയ്ക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നു, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരിക്കുന്നു, ഞാനിതണക്ക് തങ്കച്ചൻ്റെ വക്കീലാണ്, അല്ലെങ്കിൽ രേണുവിൻ്റെ വക്കീലാണ്, ഇത് പ്രകാരം നിങ്ങൾ നിങ്ങൾ ഈ രീതിക്ക്, അതായത് രേഷ്മ തങ്കച്ചനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും, നിങ്ങൾ എന്ത് കണക്കിന് ഭീഷണിപ്പെടുത്തുന്നെന്നും, ഒരു രോഗിയാണെന്നും, അതായത് ഹെൽത്ത് പ്രശ്നങ്ങളുള്ള ആളാണെന്നും, അറ്റാക്ക് വന്നിട്ടുള്ള ആളാണെന്നും, അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് കേസ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇനി ഭീഷണിപ്പെടുത്താൻ പാടില്ല, ഇത് നിങ്ങൾക്കൊരു വാണിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുവിട്ട് മെസ്സേജ് ഇട്ടു. അതിന് വീട്ടമ്മ പറഞ്ഞ മറുപടി എന്ന് പറയുമ്പോഴത്തേക്ക്, നിങ്ങൾ കേസെടുത്തോ, ഞാൻ നേരിടാൻ തയ്യാറാണ്, നിങ്ങൾ കേസെടുത്തോ, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്നുള്ള രൂപത്തിൽ ആ വീട്ടമ്മയും വിട്ടുകൊടുക്കുന്നില്ല. വീട്ടമ്മയും തിരിച്ചതുപോലെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ആ ചാറ്റിങ്ങും അവരങ്ങോട്ടും ഇങ്ങോട്ടും ആ മെസ്സേജ് അയച്ചതും ആ മെസ്സേജെല്ലാം നമുക്കിവിടെ കാണാം. കാര്യം ഇത് വേറൊരു ചാനലിൽ നമ്മളുടെ സുഹൃത്ത് തന്നെ ഇട്ട വീഡിയോ എന്നാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ അത് ആ ചാറ്റ് കൊണ്ട് അവിടെ വയ്ക്കുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. അതിൽ വ്യക്തമായിട്ട് തന്നെ ക്ലിയറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചാറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ആ വക്കീൽ പറഞ്ഞ കാര്യവും ആ വീട്ടമ്മ തിരിച്ച് പറഞ്ഞ കാര്യവും എല്ലാം വ്യക്തമായിട്ട് കാണാം. അതിൽ വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട്. നമ്പർ മാത്രം ജസ്റ്റ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്പർ മാത്രം ഹൈഡ് ചെയ്തിട്ടുണ്ട്. കാര്യം രണ്ടുപേരെയും നമ്പർ ഹൈഡ് ചെയ്തിട്ടുണ്ട്, തങ്കച്ചൻ്റെയും അതേപോലെ. ബാക്കിയെല്ലാം വ്യക്തമായിട്ട് ഈ ചാറ്റിൻ്റെ കാര്യങ്ങളെല്ലാം അവരങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തതെല്ലാം വ്യക്തമായിട്ട് മെസ്സേജ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ തങ്കച്ചന് ഈ രേണു ഇതുപോലെ വീഡിയോകൾ ചെയ്ത് കാശുണ്ടാക്കുന്നതിന് ഫുൾ സപ്പോർട്ടാണ് തങ്കച്ചൻ എന്നുള്ള കാര്യം 100% ഉറപ്പായി. അപ്പോൾ അത് കുഴപ്പമില്ല, എങ്ങനെ വീഡിയോ ചെയ്താലും കുഴപ്പമില്ല, എങ്ങനെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, തുണി ചാടിയാലും കുഴപ്പമില്ല, ഏത് രൂപത്തിലായാലും തങ്കച്ചൻ അതൊരു പ്രശ്നമേ അല്ല. കാരണം പൈസയാണല്ലോ, പൈസ വരുന്നുണ്ടല്ലോ. ആഡംബര ജീവിതങ്ങൾ നയിക്കുവാൻ കാശ് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തങ്കച്ചൻ തന്നെ ഇതിന് കൊടപിടിച്ച് കൊടുക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ ഒരു സംശയം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ പോകും.
ഈ കേസ് കാര്യങ്ങൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ വളരെ 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 ശക്തമായിട്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ഒരുപാട് പേര് റിയാക്റ്റ് വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റുകൾ കൊടുത്തിരിക്കുന്നു, പിന്നെ കസ്റ്റംസും അതുമായിട്ടുള്ള കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ മൊത്തം പ്രശ്നങ്ങളായിരിക്കുന്നു, അക്കൗണ്ടുകൾ പൂട്ടി. എന്നിട്ട് പോലും നിർത്താതെ വീണ്ടും മുന്നോട്ടണമെന്നുണ്ടെങ്കിൽ അത് പൈസയുടെ പ്രശ്നങ്ങളുണ്ടല്ലേ. മുന്നേ ഒരു ലൈവിൻ്റെ ആ വീഡിയോ പുറത്തായതിന് കാരണം അതിനുശേഷം അതിനെ പ്രതികരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇന്നതാണ് ഉദ്ദേശിച്ചത് എന്നുള്ള രൂപത്തിൽ തന്നെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് വന്നായിരുന്നല്ലോ. ഇനി എത്രയൊക്കെ നമ്മൾ മെഴുകി, എത്രയൊക്കെ നമ്മൾ മായം ചേർക്കാനും എത്രയൊക്കെ മുഖം മൂടി വെക്കാൻ നോക്കിയാലും ശരി, സംഭവിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി എന്തൊക്കെ ഇത് കാണിച്ചാലും ആരൊക്കെ മനസ്സിലാവാതെയൊന്നുമില്ല. എല്ലാവരും ചോറ് തന്നെയാണ് കഴിക്കുന്നത്. എല്ലാവർക്കും വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. മുന്നേ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ആ സപ്പോർട്ടൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ കുറേ സപ്പോർട്ടൊക്കെ കുറഞ്ഞ്, കുറേ സബ്സ്ക്രൈബർ ടീമുകളൊക്കെ ഒഴിഞ്ഞുപോയി. അതൊക്കെ അങ്ങനെ ആയില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ രീതിയിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്തതിന് കുറേ പേര് മാറാൻ കാരണം എന്താണ്? പോക്ക് ശരിയല്ല എന്ന് മനസ്സിലായതുകൊണ്ട് കുറച്ച് പേരെങ്കിലും മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിലേക്ക് ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് മനസ്സിലാവാം. രേഷ്മ തങ്കച്ചന് പണി വരുന്നത് ഏത് രീതിയിലാണെന്നും അറിയാം. അതുപോലെ ഈ തങ്കച്ചന് ഇതുപോലെ സപ്പോർട്ട് ചെയ്താണെങ്കിൽ ഈ വീട്ടമ്മ പറഞ്ഞതുപോലെ തന്നെ ഇനി കേസുമായിട്ടും അല്ലെങ്കിൽ പള്ളിയായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ പിടിച്ചെടുത്തത് നിൽക്കത്തില്ല. അത് മനസ്സിലാക്കിയാൽ രേണുവിനും നല്ലത്, തങ്കച്ചനും നല്ലത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ടേക്ക് കെയർ.